ലൈംഗിക അതിക്രമം ചുമത്തി പശ്ചിമബംഗാൾ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ NIA ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകി കൽക്കട്ട ഹൈക്കോടതി. 48 മണിക്കൂർ മുൻപ് നോട്ടീസ് നൽകി വീഡിയോ കോൺഫറൻസ് വഴി ചോദ്യം ചെയ്യാനാണ് നിർദ്ദേശം. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ബൽറാം, നേരത്തെ തന്നെ NIA ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഈ കേസ് അത് വലിയ ചർച്ചയായതാണ്. എന്താണിപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശത്തിന് നിദാനമായത്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, സന്ദേശ് ഖാലി സംഭവത്തിന് സമാനമായി തന്നെ അന്വേഷണത്തിനായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭൂപതി നഗറിലും ആക്രമണം ഉണ്ടാവുകയും 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും അവർക്ക് അവരുടെ വാഹനം തകർക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ സംഭവം എന്നാൽ ഈ ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകുകയും വാർത്തയാകുകയും ചെയ്തതിന് പിന്നാലെ അറസ്റ്റിലായ പ്രതിയുടെ ഭാര്യ ബംഗാൾ പോലീസിൽ ഒരു പരാതി നൽകി, പീഡന പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ പരിശോധനയ്ക്കായി എത്തിയ NIA ഉദ്യോഗസ്ഥർക്കെതിരെയും CRPF ഉദ്യോഗസ്ഥർക്കെതിരെയും പീഡനമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ബംഗാൾ പോലീസ് കേസെടുക്കുകയുമായിരുന്നു. തുടർന്നാണ് NIA കൽക്കട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കൽക്കട്ട ഹൈക്കോടതി അറസ്റ്റിൽ നിന്നും NIA ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ആവശ്യമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാവുന്നതാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ചോദ്യം ചെയ്യുന്നതിനും വ്യവസ്ഥ കോടതി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. 48 മണിക്കൂർ മുമ്പ് അറിയിപ്പ് നൽകുകയും തുടർന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ മാത്രവും ചോദ്യം ചെയ്യൽ നടപ്പാക്കാനാണ് കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ബംഗാൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ കേസിലും സംഭവിച്ചിരിക്കുന്നത്. ശരി, ബൽറാമാണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.